ഹലോ ഡിയേഴ്സ്, നിധി ഗൗതമിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നിധിക്ക് വേണ്ടിയിട്ട് പ്രണവ് ഗൗതമിൻ്റെ അടുത്ത് വഴക്കൂടിയിരിക്കണില്ലേ. പക്ഷേ ഗൗതമിൻ്റെ ആക്ടിങ് കണ്ടപ്പോൾ ശരിക്കും പ്രണവ് എതിർത്തതിന് കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഗൗതം തന്ത്രശാലിയാണല്ലേ. എന്തിനാ കരഞ്ഞത്? നിധിയെ അങ്ങനെയെങ്കിലും ഒന്ന് ഹഗ് ചെയ്യാലോ എന്നൊരു ഉദ്ദേശത്തിലാണ് അവൻ കരഞ്ഞത്. പക്ഷെ നല്ല രീതിയിൽ കരയുന്നുണ്ടായിരുന്നു അല്ലേ. ഞാനും വിചാരിച്ചു അവൻ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന്. പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ നിധിയെ കെട്ടിപ്പിടിക്കാൻ ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രണവ് വഴക്ക് പറഞ്ഞു. പ്രണവ് എൻ്റെ സഹോദരൻ ഇതുവരെ എന്നെ എതിർത്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞത്. എന്തായാലും നമുക്ക് നാളത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നാളെയും ഇതേപോലെ നമ്മുടെ ശിവാനിക്ക് കുറേയേറെ പ്രപ്പോസൽ കൊണ്ടുവരും. ശിവാനി അതെല്ലാം എതിർക്കും. ശിവാനിൻ്റെ പ്ലാൻ എന്താ? ഗൗതമും നിധിയും ഒരുമിക്കരുത് എന്നുള്ള പ്ലാനാണ് ശിവാനിയും അതേപോലെ വസുന്ധരയും നടത്തുന്നത്. ഇവർക്കാണെങ്കിൽ മണ്ടന്മാർക്ക് അറിയുന്നില്ല. മണ്ടനും മണ്ടിയെന്ന് തന്നെ പറയാലോ. നമ്മുടെ നിധിക്കും ഗൗതമിനും അത് അറിയുന്നില്ല. എന്തായാലും നമ്മുടെ നിധി അത് കണ്ടുപിടിക്കും. ഇനിയും ഇതേപോലെ പ്രപ്പോസൽസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ നിധി കൊണ്ടുവരുന്ന എല്ലാത്തിനും നമ്മുടെ ശിവാനി എതിർപ്പ് പറയില്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു സത്യം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നിധി ശ്രമിക്കും. അങ്ങനെ സത്യം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നു ഗൗതമിൻ്റെ അനിയൻ പ്രണവിനെ നമ്മുടെ ശിവാനി കല്യാണം കഴിക്കാനുള്ള പ്ലാനാണ്. പക്ഷെ വസുന്ധര ആ മണ്ടിക്കൊന്നും അറിയുന്നില്ല. ശിവാനി ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് മനസ്സിലെന്ന് അറിയുന്നില്ല. അതാണ് ശിവാനി പറയുന്നത്. അതാണ് ശിവാനി വസുന്ധരൻ്റെ അടുത്ത് പറയുന്നത്. ഗൗതമിനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ പ്രണവിനെയും കാണണം, മകനെ പോലെ കാണണം. കണ്ടു കഴിഞ്ഞാൽ അവനിക്ക് എല്ലാ സ്വത്തും അവകാശപ്പെട്ടതെല്ലാം എഴുതി കൊടുക്കണം. എന്തിനാ? എന്നാലേ നമ്മുടെ ശിവാനിക്ക് കിട്ടുള്ളൂ. ശിവാനി പ്രണവിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ. നമ്മുടെ പ്രണവിൻ്റെ മനസ്സിൽ എവിടെയോ ഒരു ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ടെങ്കിലേ ശിവാനിയും പ്രണവും തമ്മിലുള്ള കല്യാണം നടക്കുമോ? മിക്കവാറും നടക്കുന്ന തോന്നുന്നത്. എന്താ പറഞ്ഞാൽ അതിനുള്ള കഴിവെല്ലാം നമ്മുടെ ശിവാനിക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രണവിന് എന്ത് ചെയ്യും? ശിവാനി നല്ലതുപോലെ മാറ്റിയെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു വഴിക്ക് കൊണ്ടുവരും. നാളെ പിന്നെ നടക്കാൻ പോകുന്നത് എന്തായാലും നിധിയും ഗൗതമും കട്ട പ്രണയം തന്നെ ആയിരിക്കും. ഇന്ന് കുറച്ച് വഴക്ക് കൂടിയെങ്കിലും ആ ഒരു ക്ലൈമാക്സിൽ അവർ രണ്ടുപേരും മുഖം കാണാൻ നല്ല എക്സ്പ്രഷൻ ആയിരുന്നു അല്ലേ. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. രാവിലെ ചായ കൊണ്ടുവന്ന് കൊടുക്കും നിധി. അതേപോലെ ഗൗതം നല്ല സ്നേഹത്തോടെ ആയിരിക്കും. ചിലപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ വഴക്കിടുമെങ്കിലും ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. കമ്പനിയിൽ കൊണ്ടുപോയി അങ്ങനെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ നല്ല സ്നേഹപ്രകടനമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ കമ്പനിയിലെ സ്റ്റാഫ് കാണണ്ടേ. ഇവർ വഴക്കൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്തായാലും അവരുടെ വഴക്കിനും അതേപോലെ സ്നേഹത്തിനും നമ്മൾക്ക് കാത്തിരിക്കാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.